കറണ്ട് അഫയേഴ്സ് ആൻഡ് ജി കെ വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മെക്സിക്കോയുടെ ആദ്യ വനിതാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം ക്ലൗഡിയ ഷെയ്ൻബോം. ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയുടെ ആദ്യ വനിതാ പ്രധാനമന്ത്രി? ഉത്തരം ജൂഡിത്ത് സുമിൻ ടുലുക്ക. ഐക്യരാഷ്ട്ര സംഘടന ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത്? ഉത്തരം മെയ് 25. 2024 2020 ലോകകപ്പിൻ്റെ ബ്രാൻഡ് അംബാസഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം ജമൈക്കയുടെ സ്പ്രിന്റ് ഇതിഹാസം ഉസൈൻ ബോൾട്ട്. രാജ്യത്തെ ആദ്യ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം ഏതാണ്? ഉത്തരം വിഴിഞ്ഞം. തീവണ്ടി യാത്രകളിൽ സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകാനും സുരക്ഷ ഉറപ്പാക്കാനുമുള്ള റെയിൽവേയുടെ പദ്ധതിയാണ്? ഉത്തരം മേരി സഹേലി അഥവാ എൻ്റെ കൂട്ടുകാരി. റൂർക്കി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി രൂപം നൽകിയ ഭൂചലനത്തെപ്പറ്റി മുന്നറിയിപ്പ് നൽകുന്ന ആപ്പാണ്? ഉത്തരം ഫുവ് ദേവ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വോട്ടറായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചത് ആരെയാണ്? ഉത്തരം ഹിമാചൽ പ്രദേശ് സ്വദേശിയായ ശ്യാം ചരൺ നേഗി. മൂന്നാം മോദി മന്ത്രിസഭയിൽ സഹമന്ത്രി സ്ഥാനം ലഭിച്ച സുരേഷ് ഗോപിക്ക് ലഭിച്ച വകുപ്പുകൾ ഏതെല്ലാമാണ്? ഉത്തരം പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം. മൂന്നാം മോദി മന്ത്രിസഭയിൽ സഹമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ജോർജ് കുര്യന് ലഭിച്ച വകുപ്പുകൾ ഏതൊക്കെയാണ്? ഉത്തരം ന്യൂനപക്ഷ ക്ഷേമം, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോത്പാദനം. ബ്രിട്ടനിലെ കേംബ്രിഡ്ജ് സിറ്റി മേയറായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി? ഉത്തരം ബൈജു വർക്കി തിട്ടാല. അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്? ഉത്തരം സൈമൺ ഹാരിസ്. അയർലൻഡിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രധാനമന്ത്രിയാണ് സൈമൺ ഹാരിസ്. ഇന്ത്യയിലെ ആദ്യ ബ്രിട്ടീഷ് വനിതാ ഹൈക്കമ്മീഷണർ? ഉത്തരം ലിൻഡി കാമറൂൺ. 2024 ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ്? ഉത്തരം ഇബ്രാഹിം റൈസി. ടെഹ്റാനിലെ കശാപ്പുകാരൻ, കൊലയാളി ജഡ്ജി എന്നിങ്ങനെയൊക്കെ വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? ഉത്തരം ഇബ്രാഹിം റൈസിയെ. അടുത്തിടെ വിമാനാപകടത്തിൽ കൊല്ലപ്പെട്ട കിഴക്കൻ ആഫ്രിക്കൻ രാജ്യമായ മലാവിയുടെ വൈസ് പ്രസിഡന്റാണ്? ഉത്തരം സോളോസ് ചിലിമി. തായ്വാനിൽ പ്രസിഡന്റായി അധികാരമേറ്റ ചൈന വിരുദ്ധനായ ഭരണാധികാരിയാണ്? ഉത്തരം വില്യം ലായ്. ആദ്യ ഇന്ത്യൻ ബഹിരാകാശ വിനോദ സഞ്ചാരി? ഉത്തരം ആന്ധ്ര സ്വദേശി ഗോപി ചന്ദ് തൊടുകുറ. ഗോപി ചന്ദ് ബഹിരാകാശ യാത്ര പോയ വാഹനം? ഉത്തരം ആമസോൺ മേധാവി ജെഫ് ബോസിൻ്റെ ഉടമസ്ഥതയിലുള്ള ബ്ലൂ ഒറിജിൻ്റെ ന്യൂ ഷെപ്പേർഡ് പേടകത്തിൽ. 30 തവണ എവറസ്റ്റ് കീഴടക്കിയത് ആരാണ്? ഉത്തരം കാമ റിത ഷെർപ്പ. പർവ്വത ആരോഹകരുടെ ഗൈഡായിട്ടാണ് കാമ റിത ഷെർപ്പ പ്രവർത്തിക്കുന്നത്. ഗാസയ്ക്കും ഈജിപ്തിനും മധ്യേയുള്ള ഒരു ഇടനാഴിയാണ്? ഉത്തരം ഫിലഡൽഫി ഇടനാഴി. സലാഹുദ്ദീൻ എന്ന് മറ്റൊരു പേരുകൂടി ഈ ഇടനാഴിക്കുണ്ട്. അടുത്തിടെ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ 1000-ഓളം പേർ കൊല്ലപ്പെട്ട ദക്ഷിണ പസഫിക് രാജ്യം ഏതാണ്? ഉത്തരം പാപ്പുവ ന്യൂ ഗിനി. കാൻ ചലച്ചിത്രമേളയിൽ പാംദോർ പുരസ്കാരം നേടിയത്? ഉത്തരം ഷോൺ ബേക്കർ സംവിധാനം ചെയ്ത അനോറ എന്ന ചിത്രം. ഫ്രാൻസിലെ
കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ ചിത്രം? ഉത്തരം ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ്. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് സംവിധാനം ചെയ്തത്? ഉത്തരം പായൽ കപാഡിയ. ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിലെ മലയാളി നടിമാർ? ഉത്തരം കനി കുസൃതി, ദിവ്യപ്രഭ. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച ഛായാഗ്രാഹകനുള്ള പിയർ ആഞ്ചിനോ പുരസ്കാരം നേടിയത്? ഉത്തരം സന്തോഷ് ശിവൻ. ഈ ബഹുമതി നേടുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ശ്രീ സന്തോഷ് ശിവൻ. അടുത്തിടെ അന്തരിച്ച പ്രശസ്ത ഫുട്ബോൾ താരവും കോച്ചുമായ TK ചാത്തുണ്ണിയുടെ ആത്മകഥയാണ്? ഉത്തരം ഫുട്ബോൾ മൈ സോൾ. പി കേശവദേവ് ട്രസ്റ്റിന്റെ 2024 സാഹിത്യ പുരസ്കാരം ലഭിച്ചത്? ഉത്തരം അടൂർ ഗോപാലകൃഷ്ണൻ. നെടുമങ്ങാട് ഗവൺമെന്റ് കോളേജിന്റെ പുതിയ പേര്? ഉത്തരം KV സുരേന്ദ്രനാഥ് മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജ്. അരുണാചൽ പ്രദേശിന്റെ പുതിയ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്? ഉത്തരം പേമ ഖണ്ഡു. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മുഖ്യമന്ത്രിയാണ് പേമ ഖണ്ഡു. 2024 G7 ഉച്ചകോടി നടക്കുന്നത്? ഉത്തരം ഇറ്റലിയിൽ. കത്തോലിക്ക സഭയുടെ തലവനായ മാർപ്പാപ്പ ആദ്യമായി പങ്കെടുക്കുന്ന ഉച്ചകോടിയാണ്? ഉത്തരം G7 ഉച്ചകോടി. നീലക്കടുവ, കടുംനീല കടുവ എന്നത് എന്താണ്? ഉത്തരം ചിത്രശലഭങ്ങൾ. ഒറീസയുടെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ഉത്തരം ഗോത്ര നേതാവായ മോഹൻ മാജി. റഷ്യയും ഇന്ത്യയും ചേർന്ന് ഏറ്റെടുത്ത ശ്രീലങ്കയിലെ വിമാനത്താവളമാണ്? ഉത്തരം മട്ടലയിലെ മഹീന്ദ്ര രാജപക്സെ വിമാനത്താവളം. ഇറാനിൽ ഇന്ത്യ 10 വർഷത്തേക്ക് പാട്ടത്തിനെടുത്ത തുറമുഖമാണ്? ഉത്തരം ചബഹാർ തുറമുഖം. പാലസ്തീൻ അഭയാർത്ഥികൾക്ക് ധനസഹായം നൽകുന്ന UN ഏജൻസിയാണ്? ഉത്തരം ഉൻറ. ഉൻറ എന്നതിൻ്റെ പൂർണ്ണരൂപം യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്ക്സ് ഏജൻസി ഫോർ പാലസ്തീൻ റെഫ്യൂജീസ് എന്നാണ്. ISRO നിർമ്മിക്കുന്ന പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനമാണ്? ഉത്തരം പുഷ്പക്. ഇന്ത്യൻ നാവികസേനയിലെ ആദ്യ വനിതാ ഹെലികോപ്റ്റർ പൈലറ്റ് ആരാണ്? ഉത്തരം മലയാളിയായ സബ് ലഫ്റ്റനന്റ് അനാമിക B രാജീവ്. ജനിതക മാറ്റം വരുത്തിയ പന്നിയുടെ വൃക്ക സ്വീകരിച്ച ആദ്യ മനുഷ്യൻ? ഉത്തരം US സ്വദേശിയായ റിച്ചാർഡ് സ്ലോമാൻ.